ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിൽ ആകെയുള്ള 114 സൂറത്തുകളിൽ 106ാമത്തെ സൂറത്തും 30-ാം ജുസ്ഇൽ ആകെയുള്ള 37 സൂറത്തുകളിൽ 29ാമത്തെ സൂറത്തുമായ സൂറത്തു ഖുറൈശ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ഈ സൂറത്ത് മക്കിയ ആണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ചിരുന്ന കാലത്ത് അവതരിച്ച സൂറത്താണ്. ഈ സൂറത്തിൽ ആകെ 4 ആയത്തുകളാണുള്ളത്. പരിശുദ്ധ ഖുർആനിൽ 4 ആയത്തുകൾ മാത്രമുള്ള മറ്റൊരു സൂറത്ത് കൂടെയുണ്ട്. അത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഈ സൂറത്തിൻ്റെ പേര് ഒരു ഗോത്രത്തിൻ്റെ പേരാണ്. അതായത് സൂറത്തു ഖുറൈശ് എന്ന് പറയുമ്പോൾ ഖുറൈശ് എന്നുള്ളത് ഒരു ഗോത്രത്തിൻ്റെ പേരാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിന് ഒരു ഗോത്രത്തിൻ്റെ പേര് കിട്ടിയിട്ടുള്ളത് ഈ ഒരു സൂറത്തിന് മാത്രമാണ്. നമുക്ക് ഈ സൂറത്തിലെ ആയത്തുകൾ പരിചയപ്പെടാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലിഇലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഈ ഒരു സൂറത്തിൻ്റെ തുടക്കം ലി എന്ന് പറഞ്ഞിട്ടാണ്. ലി എന്നുള്ളത് ഒരു ഹർഫ് ജറാണ്. ലി എന്ന ഹർഫ് ജറ് കൊണ്ട് തുടങ്ങുന്ന ഒരേ ഒരു അധ്യായവും ഈ ഒരു സൂറത്താണ്. ലി ഈലാഫി. ഈലാഫ് എന്ന് പറഞ്ഞാൽ ഇണക്കം എന്നാണ് അർത്ഥം. അലിഫ എന്ന് പറഞ്ഞാൽ ഇണങ്ങി എന്നാണ്. അല്ലഫ അല്ലെങ്കിൽ ആലഫ എന്നൊക്കെ പറഞ്ഞാൽ ഇണക്കി എന്നാണ്, ഇണക്കി ചേർത്തു. ഈലാഫ് ഇണക്കം. ലി ഈലാഫി, തുടക്കത്തിലുള്ള ലി എന്നുള്ളത് പല അർത്ഥത്തിലും വരാറുണ്ട്. അത്ഭുതം സൂചിപ്പിക്കാൻ വേണ്ടി ലി എന്ന് വരാറുണ്ട്. അപ്പോൾ എത്ര അത്ഭുതകരമായിരിക്കുന്നു എന്നാണ് അർത്ഥം കൊടുക്കേണ്ടത്. കാരണം സൂചിപ്പിക്കാൻ വേണ്ടി വരാറുണ്ട്. അങ്ങനെ ആയതിനാൽ എന്നാണ് അപ്പോൾ അർത്ഥം കൊടുക്കേണ്ടത്. പിന്നെ സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള ക്ക്, ന്, വേണ്ടി അങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളിൽ വരാറുണ്ട്. ഈ ഒരു സൂറത്തിൻ്റെ തുടക്കത്തിൽ വന്ന ലി ഒന്നുകിൽ അത്ഭുതകരമായിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ആയതിനാൽ എന്നുള്ള അർത്ഥത്തിലോ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ലി ഈലാഫി, ഈലാഫ് എന്ന് പറഞ്ഞാൽ ഇണക്കം. ലി ഈലാഫി, ഇണക്കം എത്ര അത്ഭുതകരമായിരിക്കുന്നു, ഇണക്കിയത് എത്ര അത്ഭുതകരമായിരിക്കുന്നു, അങ്ങനെ അർത്ഥം കൊടുക്കാം. കാരണം സൂചിപ്പിക്കുന്ന ലി ആണെങ്കിൽ ലി ഈലാഫി, ഇണക്കിയതിനാൽ. ആരെ ഇണക്കിയതിനാൽ? ഖുറൈശ്, ഖുറൈശി ഗോത്രത്തെ അല്ലെങ്കിൽ ഖുറൈശികളെ. അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ലി ഈലാഫി ഖുറൈശ്, ഖുറൈശികളെ ഇണക്കിയതിനാൽ അല്ലെങ്കിൽ ഖുറൈശി ഗോത്രത്തെ ഇണക്കിയതിനാൽ അല്ലെങ്കിൽ ഖുറൈശികളെ ഇണക്കിയത് എത്ര അത്ഭുതകരമായിരിക്കുന്നു. അടുത്ത ആയത്ത് ഈലാഫിഹിം. ഈലാഫ് എന്ന് പറഞ്ഞാൽ ഇണക്കം. ഹിം അവരുടെ. ഈലാഫിഹിം അവരുടെ ഇണക്കം. എന്തുമായിട്ടുള്ള അവരുടെ ഇണക്കം? റിഹ്ലത്ത. റിഹ്ലത്ത് എന്ന് പറഞ്ഞാൽ യാത്ര എന്നാണ് അർത്ഥം. സാധാരണഗതിയിൽ നമ്മൾ യാത്രക്ക് സഫർ എന്നാണ് പറയാം. മുസാഫിർ, യാത്രക്കാരൻ. പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി, പ്രത്യേകിച്ച് കച്ചവടത്തിനൊക്കെ വേണ്ടി പോകുമ്പോൾ അത്തരം യാത്രകൾക്ക് റിഹ്ലത്ത് എന്നാണ് പറയാം. അപ്പോൾ റിഹ്ലത്ത, യാത്രയോടുള്ള അവരുടെ ഇണക്കം. ഏത് സമയത്തുള്ള യാത്ര? അശിതാ ഇ വസ്വൈഫി. ഷിതാ എന്ന് പറഞ്ഞാൽ ശൈത്യം എന്നാണ്, തണുപ്പ്. അതാ പറയുന്ന വാക്കിൽ തന്നെ ഉണ്ട് അല്ലേ? ഷിതാ എന്ന് പറയുമ്പോൾ ശൈത്യം, രണ്ടും ഒരേപോലെ തന്നെയാണ് പറയുന്നത്. അഷിതാ ഇ എന്ന് തുടക്കത്തിൽ അലിഫ്ലാമ് വെച്ച് പറയുമ്പോൾ ഒരു പ്രത്യേകമായ ശൈത്യം അല്ലെങ്കിൽ ശൈത്യകാലം എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം. അപ്പോൾ റിഹ്ലത്ത ഷിതാ ഇ, ശൈത്യകാലത്തിലെ യാത്ര. വസ്വൈഫി, വാവ് അത്തഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ, ആൻഡ് എന്നുള്ള അർത്ഥത്തിൽ. വസ്വൈഫി, സ്വൈഫ് എന്ന് പറഞ്ഞാൽ ചൂട് അല്ലെങ്കിൽ ഉഷ്ണം. അസ്വൈഫ് അലിഫ്ലാമ് വെച്ച് പറയുമ്പോൾ ഉഷ്ണകാലം. വസ്വൈഫി, ഉഷ്ണകാലത്തിലെയും, ഉഷ്ണകാലത്തെയും. അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഈലാഫിഹിം റിഹ്ലത്ത ശിതാഇ വസ്വൈഫ്, ഉഷ്ണകാലത്തെയും ശൈത്യകാലത്തെയും യാത്രയോടുള്ള അവരുടെ ഇണക്കം. അടുത്ത ആയത്ത് ഫൽ യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. ഫൽ യഅ്ബുദൂ, ഇത് ശരിക്ക് ഫ തുടക്കത്തിലുണ്ട്, പിന്നെ ഒരു ലി എന്നുണ്ട്, പിന്നെ യഅ്ബുദൂന എന്നാണ്. അബദ എന്ന് പറഞ്ഞാൽ ആരാധിച്ചു എന്നാണ്. യഅ്ബുദു ആരാധിക്കും, ആരാധിക്കുന്നു. അബദ എന്നുള്ളത് മാളിയായ പദ, പാസ്റ്റ് ടെൻസ് ഭൂതകാല ക്രിയയാണ്. യഅ്ബുദു എന്ന് പറയുമ്പോൾ അത് മുലാരിയാണ്, വർത്തമാനകാല ക്രിയയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്. യഅ്ബുദൂന എന്ന് ബഹുവചന രൂപത്തിൽ നമ്മൾ പറയും. അവർ ആരാധിക്കുന്നു, അവർ ആരാധിക്കും. ഈ യഅ്ബുദൂന എന്നുള്ളതിൻ്റെ മുമ്പിൽ
അമ്രിന് വേണ്ടി കൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള ലീ വന്നാൽ ലീ അങ്ങനെയും ഉപയോഗിക്കും. നമ്മൾ തുടക്കത്തിലുള്ള ലീ പറഞ്ഞപ്പോൾ അത്ഭുതത്തിന് വേണ്ടി അല്ലെങ്കിൽ കാരണം കാണിക്കാൻ, പിന്നെ ന് വേണ്ടി എന്നൊക്കെ പറഞ്ഞല്ലോ. അതിനൊക്കെ പുറമെ അമ്രുണ്ടാക്കാൻ കൽപ്പനക്രിയ ഉണ്ടാക്കാനും ഈ ലീ ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ലീ എന്നുള്ളത് വന്നത് കൽപ്പനക്രിയ ആക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ലീ വന്നു കഴിഞ്ഞാൽ മുലാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടുമെന്നാണ് പറയാം. നമുക്ക് ഗ്രാമറുടെ സമയത്ത് പറയാം. അപ്പോൾ യഅ്ബുദൂന എന്നുള്ളത് യഅ്ബുദൂ എന്നാവും, അവസാനത്തെ നൂന് പോവും. അപ്പോൾ ലീ വന്നതുകൊണ്ടാണ് യഅ്ബുദൂ എന്നാക്കിയത്. ലി യഅ്ബുദൂ അർത്ഥം അവർ ആരാധിക്കട്ടെ. യഅ്ബുദൂന എന്ന് പറയുമ്പോൾ അവർ ആരാധിക്കുന്നു, ലി യഅ്ബുദൂ അവർ ആരാധിക്കട്ടെ. അതിൻ്റെ മുമ്പിൽ ആ ലീയുടെയും കൂടെ മുമ്പിൽ ഫ എന്നോ വ എന്നോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ലീ എന്നല്ല പറയാം, അത് സുക്കൂനുള്ള ലാമായിട്ട് മാറും. അപ്പോൾ ഫ ലി യഅ്ബുദു എന്ന് പറഞ്ഞതിന് പകരം ഫൽ യഅ്ബുദു എന്നാണ് പറയാം. ഫൽ യഅ്ബുദു, ഫ എന്ന് പറഞ്ഞാൽ ആയതിനാൽ, ഫൽ യഅ്ബുദു അതിനാൽ അവർ ആരാധിക്കട്ടെ. ആരെ? റബ്ബ ഹാദൽ ബൈത്ത്, റബ്ബ രക്ഷിതാവിനെ, നാഥനെ, റബ്ബിനെ. എന്തിൻ്റെ റബ്ബിനെ? ഹാദൽ ബൈത്ത്, ഹാദ എന്ന് പറഞ്ഞാൽ ഇത് അല്ലെങ്കിൽ ഈ, അൽ ബൈത്ത്, ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്, ബാത്ത എന്ന് പറഞ്ഞാൽ ശരിക്കും രാപ്പാർത്തു എന്നാണ്. ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ രാപ്പാർക്കുന്ന സ്ഥലം, എല്ലാവർക്കും സമാധാനത്തോടു കൂടി രാപ്പാർക്കാനുള്ള, രാത്രി ഉറങ്ങാനുള്ള സ്ഥലം, അതാണ് ബെയ്ത്ത്. അപ്പോൾ ഹാദൽ ബെയ്ത്ത് എന്ന് പറയുമ്പോൾ ഈ വീട് എന്ന് വരും. ഹാദാ ബൈത്തുൻ എന്ന് പറഞ്ഞാൽ ഇതൊരു വീടാകുന്നു എന്നാണ്. ഹാദൽ ബൈത്ത് എന്ന് പറയുമ്പോൾ ഹാദക്ക് ശേഷം അലിഫ്ലാം വെച്ച് പറയുമ്പോൾ ഹാദൽ ബൈത്ത് എന്ന് പറയുമ്പോൾ ഈ വീട് എന്നാണ് അർത്ഥം കൊടുക്കുക. അപ്പോൾ റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീടിൻ്റെ രക്ഷിതാവിനെ, ഈ വീടിൻ്റെ നാഥനെ, ഈ വീടിൻ്റെ റബ്ബിനെ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഫൽ യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, അതിനാൽ അവർ ഈ വീടിൻ്റെ, ഈ മന്ദിരത്തിൻ്റെ, ഈ ഭവനത്തിൻ്റെ നാഥനെ ആരാധിക്കട്ടെ. അവസാനത്തെ ആയത്ത് അല്ലസീ അത്അമഹും മിൻ ജൂഇൻ വ ആമനഹും മിൻ ഖൗഫ്. അല്ലസീ, അല്ലസീ എന്നുള്ളതിൻ്റെ അർത്ഥം അങ്ങനെയുള്ളവനായ അല്ലെങ്കിൽ അങ്ങനെയുള്ളവൻ, അങ്ങനെയുള്ളതായ, അങ്ങനെയൊക്കെ അർത്ഥം കൊടുക്കും. ഇസ്മു മൗസൂല എന്നാണ് അതിന് പറയാം. പുല്ലിംഗ ഏകവചനത്തിൻ്റെ മുമ്പിലാണ് അല്ലസീ ഉപയോഗിക്കുക. അല്ലസീ, അല്ലസാനി, അല്ലസീന, അല്ലത്തി, അല്ലത്താനി, അല്ലാത്തി. അപ്പോൾ അല്ലസീ എന്നുള്ളത് പുല്ലിംഗ ഏകവചനത്തിന് മുമ്പിലാണ് ഉപയോഗിക്കുക. അല്ലസീനയൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് അല്ലേ, ബഹുവചനത്തിൻ്റെ മുമ്പിൽ അല്ലസീന എന്ന് പറഞ്ഞിട്ട് പിന്നെ ബഹുവചന രൂപമാണ് പറയാം. ഏകവചനം പറയുമ്പോൾ പുല്ലിംഗാണെങ്കിൽ അല്ലസീ എന്ന് പറയും. അപ്പോൾ അല്ലസീ അത്അമഹും, അത്അമ എന്ന് പറഞ്ഞാൽ ഭക്ഷിപ്പിച്ചു, ആഹാരം നൽകി. ത്വആമ് നമുക്ക് പരിചയമുണ്ടല്ലോ, ത്വആമ് ഭക്ഷണം. മത്അമ് ഭക്ഷണം കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഹോട്ടൽ, ഹോട്ടലിന് അറബിയിൽ മത്അമ് എന്നാണ് പറയാം. അപ്പോൾ അത്അമ ഹും, അത്അമ ഭക്ഷിപ്പിച്ചു, ഹും അവരെ, അത്അമഹും അവരെ ഭക്ഷിപ്പിച്ചു. അതിൻ്റെ മുമ്പിൽ അല്ലസീ ചേർക്കുമ്പോഴോ അവരെ ഭക്ഷിപ്പിച്ചവനായ അല്ലെങ്കിൽ അവരെ ഭക്ഷിപ്പിച്ചവൻ. അല്ലസീ അത്അമഹും അവരെ ഭക്ഷിപ്പിച്ചവൻ അല്ലെങ്കിൽ അവരെ ഭക്ഷിപ്പിച്ചവനായ. അപ്പോൾ അത് തൊട്ട് മുമ്പ് പറഞ്ഞ ആയത്തിലെ ആ റബ്ബിലേക്കാണ് ഇതിനെ ചേർക്കുന്നത്, അല്ലെങ്കിൽ ആ റബ്ബിനെ വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെയുള്ള നാഥനാണ്, എങ്ങനെയുള്ള റബ്ബാണ്? അല്ലസീ അത്അമഹും അവരെ ഭക്ഷിപ്പിച്ചവനായ റബ്ബ്. അപ്പോൾ ആ റബ്ബിനെ വിശേഷിപ്പിക്കുകയാണ് ഇവിടെ. എന്തിൽ നിന്നാണ് അവരെ ഭക്ഷിപ്പിച്ചത്? മിൻ ജൂഇൻ, ജോഴ് എന്ന് പറഞ്ഞാൽ വിശപ്പ്, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, മിൻ ജോയിൻ വിശപ്പിൽ നിന്ന്. വിശപ്പിൽ നിന്ന് അവരെ ഭക്ഷിപ്പിച്ചവൻ എന്ന് പറഞ്ഞാലോ സാധാരണ മലയാളത്തിൽ അങ്ങനെയുള്ളൊരു പദപ്രയോഗം ഉപയോഗിക്കാറില്ല. അറബിയിൽ പറയുമ്പോൾ മിൻ ജോയിൻ വിശപ്പിൽ നിന്ന് അവരെ ഭക്ഷിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വിശപ്പിന് പകരം അല്ലെങ്കിൽ വിശപ്പ് മാറ്റാൻ വേണ്ടി അവർക്ക് ഭക്ഷണം നൽകി, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അല്ലസീ അത്അമഹും മിൻ ജോയിൻ വിശപ്പ് മാറ്റാൻ വേണ്ടി അവർക്ക് ഭക്ഷണം നൽകിയവനായ. വ ആമനഹും, ആമന വിശ്വസിച്ചു, നിർഭയത്വം നൽകി. ഇവിടെ നിർഭയത്വം നൽകി എന്നുള്ള അർത്ഥം. ആമനഹും അവർക്ക് നിർഭയത്വം നൽകി. എന്താ നിർഭയത്വം നൽകുക എന്ന് പറഞ്ഞാൽ? പേടിയില്ലാത്ത അവസ്ഥ നൽകുക, നിർഭയത്വം, ഒട്ടും പേടിക്കേണ്ടാത്ത അവസ്ഥ നൽകുക. അപ്പോൾ വ ആമനഹും, വാവ് അത്തഫിൻ്റെ വാവാണ്. അവർക്ക് നിർഭയത്വം നൽകുകയും ചെയ്തു. ആ എന്നർത്ഥം കിട്ടാനാണ് വാവ്. വാവില്ലാതെ പറയുമ്പോൾ ആമനഹു എന്ന് മാത്രം പറഞ്ഞാൽ അവർക്ക് നിർഭയത്വം നൽകി. വ ആമനഹും എന്ന് പറയുമ്പോൾ അവർക്ക് നിർഭയത്വം നൽകുകയും ചെയ്തു. എന്തിൽ നിന്നുള്ള നിർഭയത്വം? മിൻ ഖൗഫ്. ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയം, പേടി. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്. മിൻ ഖൗഫ് പേടിയിൽ നിന്ന്, ഭയത്തിൽ നിന്ന്. അപ്പോൾ വ ആമനഹും മിൻ ഖൗഫ് ഭയത്തിൽ നിന്ന് അവർക്ക് നിർഭയത്വം നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഭയത്തിൽ നിന്ന് പറഞ്ഞാൽ ഭയം ഇല്ലാതാക്കാൻ വേണ്ടി അവർക്ക് നിർഭയത്വം നൽകി എന്നർത്ഥം. ഒന്നിച്ച് ഈ അവസാന ആയത്തിൻ്റെ അർത്ഥം അല്ലസീ അത്അമഹും മിൻ ജൂഇൻ വ ആമനഹും മിൻ ഖൗഫ് ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകുകയും
വിശപ്പിൽ നിന്ന് അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തവനായ അങ്ങനെയുള്ളവനായ ആ റബ്ബിനെ അവർ ആരാധിക്കട്ടെ എന്ന് തൊട്ട് മുമ്പത്തെ ആയത്തും കൂടെ ചേർത്ത് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഈ ആയത്തുകളുടെ പദങ്ങൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഈ സൂറത്തിൻ്റെ പേര് ഒരു ഗോത്രത്തിൻ്റെ പേരാണ്. ഖുറൈശ് എന്നുള്ളത് ഒരു ഗോത്രത്തിൻ്റെ പേരാണ്. അപ്പോൾ ഒരു ഗോത്രത്തിൻ്റെ പേര് ഒരു സൂറത്തിന് കിട്ടി എന്നുള്ളത് ആ ഗോത്രക്കാർക്ക് കിട്ടിയ വലിയ ഒരു അംഗീകാരമാണ്. കാരണം അവരെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല അങ്ങനെ ആ ഒരു ഗോത്രത്തിൻ്റെ പേര് സൂറത്തിനിട്ടത്. അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു പറയാനാണ്. ലോകാവസാനം വരെ അവരെ എല്ലാവരും ഓർമ്മിക്കും ചെയ്യും. ആ ഗോത്രത്തെ എല്ലാവരും ഓർമ്മിക്കും. ഇനി ആരാണ് ഈ ഖുറൈശ് ഗോത്രം? അത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകനാണല്ലോ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്തതികളിൽപ്പെട്ട ആളാണ് അദ്നാൻ. അദ്നാൻ എന്ന ആളുടെ മകൻ മഅദ്, മഅദിൻ്റെ മകൻ നിസാർ, നിസാറിൻ്റെ മകൻ മുളർ, മുളറിൻ്റെ മകൻ ഇല്യാസ്, ഇല്യാസിൻ്റെ മകൻ മുദ്രിക്ക, മുദ്രിക്കയുടെ മകൻ ഹുസൈമ, ഹുസൈമയുടെ മകൻ കിനാന, കിനാനയുടെ മകൻ നെലർ, നെലറിൻ്റെ മകൻ മാലിക്, മാലിക്കിൻ്റെ മകൻ ഫിഹ്ർ. ഈ ഫിഹ്ർ എന്ന് പറയുന്ന വ്യക്തി ഖുറൈശ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പേരാണ് പിന്നീട് ഗോത്രത്തിൻ്റെ പേരായി വന്നത്. ഇനി ഈ ഫിഹറിൻ്റെ മകൻ ഗാലിബ്, ഗാലിബിൻ്റെ മകൻ ലുഅയ്യ്, ലുഅയ്യിൻ്റെ മകൻ കഅബ്, കഅബിൻ്റെ മകൻ മുറത്ത്, മുറത്തിൻ്റെ മകൻ കിലാബ്, കിലാബിൻ്റെ മകൻ ഖുസയ്യ്. ഈ ഖുസയ്യ് എന്ന വ്യക്തിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഖുസയ്യ് എന്നുള്ള വ്യക്തിയാണ് ശരിക്കും ഈ ഖുറൈശികളെയൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടിയത്. ഖുസയ്യിന് 2 മക്കളാണ്, അബ്ദു മനാഫും അബ്ദുദ്ദാറും. അതിൽ അബ്ദു മനാഫ് എന്ന ആൾക്ക് 4 മക്കളുണ്ട്, ഹാഷിം, അബ്ദു ഷംസ്, മുത്തലിബ്, നൗഫൽ. ഇതിൽ ഹാഷിം എന്ന ആളുടെ മകനാണ് അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ള, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പര. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃപരമ്പര എടുത്ത് നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിന, ഉമ്മയുടെ ഉപ്പ വഹബ്, വഹബിൻ്റെ ഉപ്പ അബ്ദു മനാഫ്, അബ്ദു മനാഫിൻ്റെ ഉപ്പ സുഹ്റ, സുഹ്റയുടെ ഉപ്പ ഖിലാബ്. ഈ ഖിലാബ് എന്ന് പറഞ്ഞ ആൾ ആ പിതൃപരമ്പര പറഞ്ഞ സമയത്ത് നമ്മൾ ഖിലാബിനെ പറഞ്ഞല്ലോ, അതേ ഖിലാബ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മാതൃപരമ്പരയും പിതൃപരമ്പരയും തമ്മിൽ ഖിലാബ് എന്നുള്ള വ്യക്തിയിൽ ചെന്ന് ചേരുന്നുണ്ട്. ഇനി ഖുസൈയിൻ്റെ കാലം വരെ ഖുറൈശികൾ ഹിജാസിൽ എല്ലാ സ്ഥലത്തും ചെതറിക്കിടക്കിയിരുന്നു. ആദ്യമായിട്ട് ഇവരെയൊക്കെ മക്കയിൽ ഒരുമിച്ച് കൂട്ടിയത് ഖുസൈയ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ടാണ് അത് ചെയ്തത്. കാരണം ഹിജാസ് എന്നുള്ള സ്ഥലത്ത് ആകെ പരന്നു കിടക്കുകയായിരുന്നു, എല്ലാവരും ചെതറിക്കിടക്കുകയായിരുന്നു ഈ ഖുറൈശികളെല്ലാവരും. അവരെയാണ് ഒരുമിച്ച് കൂട്ടി മക്കയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ സംഘാടകൻ എന്ന അർത്ഥത്തിൽ മുജമ്മിർ എന്ന് പേര് വിളിക്കാറുണ്ട്. അങ്ങനെ മക്ക പുരോഗതി പ്രാപിച്ചു. കാരണം ഈ ഹജ്ജിന് വരുന്ന ആളുകൾക്കൊക്കെ സേവനങ്ങൾ ചെയ്യാനൊക്കെയുള്ള അവസരം ഈ ഖുറൈശികൾക്ക് കിട്ടി. മാത്രമല്ല അവർ കച്ചവടത്തിൽ ഒരുപാട് മുന്നോട്ട് പോയി. അങ്ങനെ ആ മക്ക എന്നുള്ള പ്രദേശം തന്നെ പുരോഗതി പ്രാപിച്ചു. അതുകൊണ്ട് ആ ഖുറൈശികളെ എല്ലാവരും ഇഷ്ടപ്പെട്ടു. കാരണം ഹജ്ജിനൊക്കെ ചെല്ലുന്ന സമയത്ത് അവർക്ക് വെള്ളം കൊടുക്കുക, അവർക്ക് സേവനങ്ങൾ ചെയ്യുക, അതൊക്കെ ഈ ഖുറൈശികളാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ആ ഖുറൈശികൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിരുന്നു. അവർക്ക് പ്രത്യേകമായ സ്ഥാനമുണ്ടായിരുന്നു. ഖുസൈയിൻ്റെ മരണശേഷം മക്കളായ അബ്ദു മനാഫും അബ്ദുദ്ദാറും മക്കയിലെ നേതൃപദവി പങ്കിട്ടെടുത്തു. ഇതിൽ അബ്ദു മനാഫിൻ്റെ 4 മക്കളാണല്ലോ ഹാഷിം, അബ്ദു ഷംസ്, മുത്തലിബ്, നൗഫൽ. ഇവർ കച്ചവടത്തിൽ നന്നായിട്ട് ശ്രദ്ധിച്ചു. മക്കക്കാർക്ക് ആവശ്യമായ സാധനങ്ങൾ വിദേശത്ത് നിന്ന്, അതായത് വിദേശം എന്ന് പറഞ്ഞാൽ ഈജിപ്ത്, സിറിയ പോലുള്ള സ്ഥലത്തു നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. മക്കയിൽ നിന്നുള്ള സാധനങ്ങൾ വിദേശങ്ങളിൽ കൊണ്ടുപോയി വിൽക്കും. അങ്ങനെ രാജ്യാന്തര കച്ചവടം വളരെയധികം അഭിവൃദ്ധി പ്രാപിച്ചു. ആ സമയത്ത് ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾ കൈയടക്കി വെച്ച മേഖലയായിരുന്നു കച്ചവടം. മാത്രമല്ല ഈ ഖുറൈശികൾ മറ്റ് ഗോത്രങ്ങളുമായും മറ്റ് രാജ്യങ്ങളുമായൊക്കെ വളരെ നല്ല സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 4 പേരെ അസ്ഹാബുൽ ഈലാഫ്, സൗഹൃദമുണ്ടാക്കുന്നവർ അല്ലെങ്കിൽ ഇണക്കമുണ്ടാക്കുന്നവർ എന്ന പേര് വിളിക്കാറുണ്ട്. അപ്പോൾ കഅബാലയത്തിൻ്റെ പരിചരണവും അവിടെ വരുന്ന ആളുകൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യാനുള്ള അവസരവും ഖുറൈശികൾക്ക് കിട്ടി എന്നത് അവർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് അവർക്ക് കുറേ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എവിടെ കച്ചവടത്തിനോ മറ്റോ ചെന്നാലും അവർക്കൊരു പ്രത്യേക സ്ഥാനം ലഭിക്കും. അവർക്ക് നല്ല കച്ചവടം നടക്കും. മാത്രമല്ല യാത്ര പോകുന്ന സമയത്ത് ഓരോ സ്ഥലത്തു നിന്നുള്ള നികുതി പിരിവിൽ നിന്നൊക്കെ ഇവർക്ക് ഇളവ് ലഭിക്കും. സാധാരണ ഓരോ ഗോത്രങ്ങളും ഭൂമി അതിർത്തി വെച്ച് വീതിക്കുമായിരുന്നു. ഓരോ ഗോത്രത്തിന് അവകാശപ്പെട്ട ഭൂമി, ആ ഭൂമിയിലേക്ക് മറ്റുള്ള ഗോത്രക്കാർ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നികുതി കൊടുക്കണം. പക്ഷേ ഇവർക്ക്, ഈ ഖുറൈശികൾക്ക് അത്തരം നികുതിയിൽ നിന്നൊക്കെ ഇളവ് കൊടുത്തു. കാരണം ഇവർ
നമ്മൾ ഹജ്ജിന് പോകുന്ന സമയത്ത് നമുക്ക് സേവനങ്ങൾ ചെയ്യുന്ന ആളുകളാണല്ലോ, അതുകൊണ്ട് അവരുടെ അടുത്ത് നിന്ന് നികുതി വാങ്ങണ്ട. ആ രൂപത്തിൽ അവർക്ക് അതിൽ നിന്നൊക്കെ ഇളവ് ലഭിച്ചു. യാത്രാ സംഘങ്ങൾക്ക് നേരെയുള്ള ആക്രമണം, കൊള്ള എന്നിവയിൽ നിന്നൊക്കെ ഈ ഖുറൈശികളെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യമായിട്ട് ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും നേരിടേണ്ടി വന്നില്ല. കാരണം അവർ ഈ മക്കയുടെ പരിചാരകരാണ്, ഹജ്ജിന് ചെല്ലുന്ന സമയത്ത് നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്നുള്ള രൂപത്തിൽ അവർക്കൊരു സ്ഥാനം കൊടുത്തു. ഈ സൂറത്തിൻ്റെ തൊട്ട് മുമ്പുള്ള സൂറത്തും, അതായത് ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറത്തുൽ ഫീൽ, അതേപോലെ ഈ സൂറത്തും ഇവ തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. സൂറത്തുൽ ഫീലും സൂറത്തു ഖുറൈശും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ചിലരൊക്കെ ഇവ രണ്ടും ഒറ്റ സൂറത്താണ് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫീലിൽ പറയുന്ന കാര്യം അള്ളാഹു ഖുറൈശികളെയും കഅബയെയും സംരക്ഷിച്ച കാര്യമാണ്, ആനപ്പടയുമായി വന്ന അബ്രഹത്ത് എന്ന രാജാവിൽ നിന്ന്. അതും അള്ളാഹു ഖുറൈശികൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. അവിടെയും കഅബാലയുമായി ബന്ധപ്പെട്ട അനുഗ്രഹമാണ് ഖുറൈശികൾക്ക് കിട്ടിയത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇവിടെയും കഅബാലയുമായി ബന്ധപ്പെട്ട അനുഗ്രഹമാണ് ഈ സൂറത്തിലും അള്ളാഹു എടുത്തു പറയുന്നത്. ഇനി ഈ സൂറത്തിൻ്റെ പേര് നമ്മൾ സൂചിപ്പിച്ചു, സൂറത്തു ഖുറൈശ്. സൂറത്തുൽ ഖുറൈശ് എന്നല്ല, അൽ ചേർത്തിട്ടല്ല പറയാം. കാരണം ഒരു പ്രത്യേകമായ ഏതെങ്കിലും ഒന്നിൻ്റെ പേര് പറയുമ്പോൾ അതിൻ്റെ കൂടെ അൽ ചേർക്കൂല. ഒന്നിച്ചുള്ള ഒരു വർഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഒന്നിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ മുമ്പിൽ അൽ ചേർക്കാം. ഇപ്പോൾ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്, അതൊരു മനുഷ്യവർഗ്ഗമാണ്. അതിൻ്റെ മുമ്പിൽ അൽ എന്ന് ചേർക്കാം, അൽ ഇൻസാൻ എന്ന് പറയാം. എന്നാൽ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ എടുത്തു പറഞ്ഞിട്ട് ആ മനുഷ്യൻ്റെ പേരിൻ്റെ മുമ്പിൽ അൽ എന്ന് ചേർക്കാൻ പറ്റൂല. കാരണം അൽ ചേർക്കുന്നത് തന്നെ പ്രത്യേകമായി എടുത്തു പറയാനാണ്. ഇപ്പോൾ മുഹമ്മദ് എന്നുള്ളതിന് മുമ്പിൽ അൽ മുഹമ്മദ് എന്ന് പറയൂല. അതേപോലെ ഇവിടെ ഖുറൈശ് എന്നുള്ളത് ഒരു പ്രത്യേകമായ ഗോത്രമാണ്. ആ പ്രത്യേകമായ ഗോത്രത്തിൻ്റെ മുമ്പിൽ പിന്നെ ഒരു അൽ ചേർക്കൂല. അൽ ചേർക്കുന്നതിനെ പ്രത്യേകമാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതേസമയത്ത് ഒന്നിച്ചുള്ള ഗോത്രങ്ങളെ കബീല എന്ന് പറയും, ഗോത്രങ്ങൾ. ആ ഒരു കബീല എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ അൽ ചേർക്കാം, പക്ഷേ ഖുറൈശ് എന്നുള്ളതിൻ്റെ മുമ്പിൽ അൽ ചേർക്കൂല. അപ്പോൾ അൽ ഖുറൈശ് എന്നല്ല പറയാം, വെറും ഖുറൈശ്, സൂറത്തു ഖുറൈശ്. ഇതേപോലെ അൽ ചേർക്കാത്ത പല സൂറത്തുകളുടെ പേരുകളും പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇപ്പോൾ പ്രവാചകന്മാരുടെ പേരുകളായിട്ട് വന്ന പല സൂറത്തുകളുണ്ടല്ലോ. സൂറത്തു യൂസുഫ്, സൂറത്തു നൂഹ്, സൂറത്തു ഹൂദ്, സൂറത്തു ഇബ്രാഹിം, സൂറത്തു മുഹമ്മദ്, ഇതൊക്കെ അൽ ചേർക്കാത്ത തരത്തിൽ വന്ന പേരുകളാണ്. അതേപോലെ ഫിയൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ക്രിയ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിലും അൽ ചേർക്കൂല. ഇപ്പോൾ അബസ, സൂറത്തു അബസ എന്നാണ് പറയുക, സൂറത്തുൽ അബസ എന്നല്ല. ഏതായാലും ആ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ഒന്നാമത്തെ ആയത്തിൽ ലി ഈലാഫി ഖുറൈശ്, ഖുറൈശികളെ ഇണക്കിയതിനാൽ. എന്താണ് ഈ ഇണക്കൽ? അത് അടുത്ത ആയത്തിൽ വരുന്നുണ്ട്. അവരുടെ ശൈത്യകാലത്തെയും ചൂടുകാലത്തെയും ഒക്കെയുള്ള അവരുടെ യാത്രയോടുള്ള ഇണക്കെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു ഇണക്കത്തോടു കൂടി മറ്റു പല ഇണക്കങ്ങളും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണത്? നോക്കൂ, പല സ്ഥലത്ത് താമസിച്ചിരുന്ന എല്ലാവരെയും ഒരേ സ്ഥലത്തേക്ക് എത്തിച്ചു എന്നുള്ളത് അവരെ ഒന്ന് ഇണക്കിയതാണല്ലോ. അതേപോലെ കച്ചവടവുമായി യാതൊരു പരിചയവുമില്ലാത്ത അവരെ അതുമായിട്ട് ഇണക്കി ചേർത്തു. അതുപോലെ നല്ല ചൂടുള്ള സമയത്തും തണുപ്പുള്ള സമയത്തും യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അതുമായി അവരെ ഇണക്കി ചേർത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ അവരെ ഇണക്കി ചേർത്തിട്ടുണ്ട്. ഖുറൈശികളെ ഇണക്കി ചേർത്തത് വളരെ അത്ഭുതകരമായിരിക്കുന്നു എന്ന് ഒന്നാമത്തെ ആയത്തിന് അർത്ഥം പറയാം. അല്ലെങ്കിൽ ഖുറൈശികളെ ഇണക്കി ചേർത്തിയതിനാൽ എന്ന് പറഞ്ഞാൽ അതിനാൽ അവർ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ആയത്ത് മുതൽ അവരെന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ശരി, അപ്പോൾ ഖുറൈശികളെ അള്ളാഹു ഇണക്കി ചേർത്തതിനാൽ അവർ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയാം അവരുടെ യാത്രയെക്കുറിച്ചാണ്. ശൈത്യകാലത്തെയും ചൂടുകാലത്തെയും അവരുടെ യാത്ര, അതുമായിട്ട് അവരെ ഇണക്കി ചേർത്തു. ചൂടുകാലത്ത് അവർ മക്കയുടെ വടക്ക് ഭാഗത്തുള്ള സിറിയ, അതായത് ഷാം, ഫലസ്തീൻ തുടങ്ങിയ സ്ഥലത്തേക്കാണ് പോവുക. തണുപ്പ് കാലത്ത് മക്കയുടെ തെക്ക് ഭാഗത്തുള്ള യമനിലേക്കാണ് അവർ പോവുക. 1-2 ഒക്കെ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രകളായിരിക്കും അത്. സംഘങ്ങളായിട്ടാണ് പോവുക, ആഘോഷത്തോടെയാണ് പോവുക. ഓരോ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി, ഇങ്ങനെ ഒരു കച്ചവട സംഘം എത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ചെണ്ടമേളവും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടാവും. ഇത്തരം യാത്രകൾക്കിടയിൽ കൊള്ളസംഘങ്ങളുടെ ആക്രമണം പോലെയുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടാവാറുണ്ട്. ഇത്തരമൊരു യാത്രയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുള്ള എന്നവർ മരണപ്പെടുന്നത്. ഷാമിലേക്കുള്ള യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മദീനയും കഴിഞ്ഞ ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു മരണം. അതേപോലെ അബൂ സുഫിയാനും സംഘവും ഷാമിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് ബദറിൽ വെച്ച് ബദർ യുദ്ധം നടന്നത്. ഇനി ഈ ഭവനത്തിൻ്റെ നാഥനെ അവർ ആരാധിക്കട്ടെ എന്ന് മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞു. നിങ്ങൾ ആരാധിക്കൂ എന്നല്ല പറഞ്ഞത്, അതും കൽപ്പനക്രിയയാണ്. നിങ്ങൾ ആരാധിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കൂ എന്ന് പറഞ്ഞാൽ അത് കൽപ്പനക്രിയയാണ്. പക്ഷേ ഇവിടെ പറഞ്ഞത് അവർ ആരാധിക്കട്ടെ എന്നാണ്. ഇത് ഒരു പ്രൗഢിയുള്ള കൽപ്പനയാണ്, ഒരു രാജകീയതയുള്ള കൽപ്പന എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണഗതിയിൽ ഒരാളോട് നീ അത് ചെയ്യ് എന്ന് പറയുന്നത് കൽപ്പനയാണ്, അവനത് ചെയ്യട്ടെ എന്നുള്ള രൂപത്തിലും കൽപ്പിക്കാം.
അപ്പോൾ രാജാക്കന്മാരൊക്കെ കുറച്ച് പ്രൗഢിയോടുകൂടി പറയുമ്പോൾ അവരത് ചെയ്യട്ടെ എന്നുള്ള രൂപത്തിലാണ് പറയാം. അപ്പോൾ ഇത് ഈ ഖുറൈശികളോട് അള്ളാഹു പറയുന്നത് അവർക്ക് ഇത്തരം സൗകര്യങ്ങളൊക്കെ നൽകി, അവരെ ഇണക്കിച്ചേർത്തു, ചൂടുകാലത്തെയും ശൈത്യകാലത്തെയും യാത്രയുമായിട്ടൊക്കെ അവരെ ഇണക്കിച്ചേർത്തു. അങ്ങനെ ഇണക്കിച്ചേർത്തിയതിനാൽ അവരിനി പറയുന്ന കാര്യം ചെയ്യണം. എന്താണത്? ഈ ഭവനത്തിൻ്റെ, ഈ മന്ദിരത്തിൻ്റെ, ഈ വീടിൻ്റെ നാഥനെ അവർ ആരാധിക്കട്ടെ. അതാണ് അവിടെ അവർ ചെയ്യേണ്ടതായിട്ട് പറഞ്ഞത്. അവരങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ചെയ്യണം എന്നർത്ഥം. അവർ ആരാധിക്കണം, അതായത് നിങ്ങൾ ആരാധിക്കണം എന്ന കൽപ്പന തന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഈ വീടിൻ്റെ റബ്ബ് എന്നാണ് അവിടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചത്. ഈ വീടിൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ആണ് എന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. അബ്രഹത്ത് രാജാവ് ആനപ്പടയുമായി കഅബ ആക്രമിക്കാൻ വന്ന സമയത്ത് ആ നാട്ടുകാർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവർ അന്ന് പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടായിരുന്നു. അപ്പോൾ അവർ അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. പിന്നെന്താണ് അവരുടെ പ്രശ്നം? അവർ അള്ളാഹുവിനെ മാത്രമല്ല പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് മാത്രമല്ല പ്രാർത്ഥിക്കുക, മറ്റു വിഗ്രഹങ്ങളോടും പ്രാർത്ഥിക്കും. അപ്പോൾ അള്ളാഹു ആരാണ് എന്ന് അവർക്കറിയാം, അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുമുണ്ട്. പക്ഷേ അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരോടും പ്രാർത്ഥിക്കാറുണ്ട്. അതാണ് അവർക്കുണ്ടായിരുന്ന പ്രശ്നം. ശരി, അങ്ങനെ ആ ഒരു രൂപത്തിൽ ജീവിച്ചിരുന്ന അവരോട് അള്ളാഹു പറയുന്നു, ആ കഅബാലയത്തിൻ്റെ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. ആ കാലത്ത് കഅബാലയത്തിൻ്റെ അകത്ത് തന്നെ 360 വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വിഗ്രഹങ്ങളെ ആരാധിക്കാതെ ആ കഅബാലയത്തിൻ്റെ നാഥനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, ആ ഒരു മന്ദിരത്തിൻ്റെ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. അതാണ് അള്ളാഹു അവരോട് പറഞ്ഞത്. എന്നിട്ട് 4-ാമത്തെ ആയത്തിൽ ആ റബ്ബിനെ ഒന്നുകൂടെ പരിചയപ്പെടുത്തുകയാണ്. അവർക്ക് വിശപ്പിൽ നിന്ന് ഭക്ഷണം നൽകിയവനായ അള്ളാഹു, മാത്രമല്ല അവർക്ക് പേടിയിൽ നിന്ന് നിർഭയത്വം നൽകിയവനായ അള്ളാഹു. ഇത് രണ്ടും നമുക്ക് വളരെ വ്യക്തമാണ് ഇന്നത്തെ കാലത്തിലെ. മക്കയിൽ അവർക്ക് ഭക്ഷണം കിട്ടാൻ ഇപ്പോൾ യാതൊരു പ്രയാസമില്ല. പക്ഷേ മുമ്പത്തെ കാലത്ത് എന്തായിരുന്നു അവസ്ഥ? മുമ്പ് കാലത്ത് ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഭാര്യയെയും മകനെയും അവിടെ കൊണ്ടുപോയി ആക്കുന്ന ആ ഒരു കാലത്ത് അവിടെ വെറും മണലാരണ്യം മാത്രമാണ്. ഭക്ഷണമോ വെള്ളമോ ആൾതാമസമോ ഒന്നുമില്ല. അന്നൊക്കെ അത് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ആവുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും കഴിയില്ല. അത്രയധികം ഒരു മണലാരണ്യം മാത്രമായി കിടന്നിരുന്ന ആ സ്ഥലത്ത് ഇന്ന് കിട്ടാത്ത പഴങ്ങളുണ്ടോ? ഇപ്പോൾ മക്കയിലാണെങ്കിലും സൗദി അറേബ്യയിലൊക്കെ ആണെങ്കിലും നമ്മളുടെ നാട്ടിൽ പോലും കിട്ടാത്ത തരം പഴങ്ങളൊക്കെ അവിടെ കിട്ടും. ലോകത്തിൽ നിന്നുള്ള എല്ലാ സ്ഥലത്തു നിന്നുള്ള എല്ലാ വിഭവങ്ങളും അങ്ങോട്ട് എത്തുന്നുണ്ട്. പഴങ്ങളടക്കം എല്ലാം അവിടെ കിട്ടും. അവിടേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള പല പഴങ്ങളൊക്കെ നമ്മൾ അറിയുക തന്നെ അവിടേക്ക് പോകുമ്പോഴാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, ഈ ഭൂമിയെ നീ നിർഭയത്വമുള്ള ഭൂമിയാക്കണേ, ഇവിടെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇവിടെ നീ സുഭിക്ഷത നൽകണേ എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്നവർക്ക് ഭക്ഷണം നൽകണേ. ഈ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ശരിക്ക് പുലർന്ന രൂപത്തിലാണ് ഇപ്പോൾ നമ്മൾ ആ ഒരു രാജ്യം, ആ ഒരു സ്ഥലം പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുക. ലോകത്തുള്ള എല്ലാ തരം വിഭവങ്ങളും അവിടെ കിട്ടുമെന്ന് മാത്രമല്ല എല്ലാവർക്കും നിർഭയത്വമുള്ള ഒരു നാടും കൂടെയാണ് മക്ക. നമുക്കറിയാലോ, മക്കയും ആ ഒരു മക്ക അല്ലെങ്കിൽ കഅബയുടെ പരിസരവും അത് പവിത്രമാക്കപ്പെട്ട സ്ഥലമാണ്. അവിടെ ആക്രമണങ്ങൾ പാടില്ല, ഏറ്റുമുട്ടലുകൾ പാടില്ല, യുദ്ധം പാടില്ല. അവിടെ വളരെയധികം പവിത്രമാക്കപ്പെട്ട നാടാണ്. അവിടെ ആർക്കും പേടിക്കേണ്ടതില്ല, ആർക്കും നിർഭയത്വമുള്ള സ്ഥലമാണത്. ആ ഒരു കഅബാലയത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന പള്ളിയെയാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത്. പിന്നീട് ആ ഒരു പള്ളിയുടെ കുറച്ചും കൂടെ ദൂരേക്കുള്ള സ്ഥലത്തെ ഹറം എന്ന് പറയും. ഹറം എന്നുള്ളത് ആ സ്ഥലത്തിൻ്റെ പേരാണ്. അത് കുറച്ചും കൂടെ ദൂരമുണ്ട്, ഒരു പരിധിയുണ്ട് അതിന്. അപ്പോൾ ആ ഒരു ഹറം പരിധിക്കുള്ളിൽ എവിടെയും ആർക്കും ഒന്നും മറ്റൊരാളെ ചെയ്യാൻ പാടില്ല, ആക്രമിക്കാൻ പാടില്ല, ഏറ്റുമുട്ടാൻ പാടില്ല, യുദ്ധം ചെയ്യാൻ പാടില്ല, ഒന്നും ആ രൂപത്തിലൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെ നിർഭയത്വമുള്ള സ്ഥലമാണ്. ഇത് ഇപ്പോൾ മാത്രമല്ല, അന്ന് ആ ഖുറൈശികളുടെ ആ കാലത്ത് തന്നെ അവിടെ അവർ പവിത്രമായി കണക്കാക്കിയിരുന്നു. അവിടെ വെച്ച് ആരും ആരെയും ആക്രമിക്കൊന്നും ഇല്ല. അപ്പോൾ കച്ചവടത്തിലൂടെയും മക്കയുടെ പരിചാരകർ ആയതിലൂടെയും ആ ഖുറൈശികൾക്ക് ഭക്ഷണത്തിനും യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. കാരണം അവർ കച്ചവടത്തിലൂടെയൊക്കെ ഒരുപാട് ഉയർന്നു. മാത്രമല്ല കഅബയുടെ പരിചാരകർ എന്നുള്ള രൂപത്തിൽ അവർക്ക് മറ്റുള്ള ആളുകളിൽ നിന്ന് ഒരുപാട് സൗകര്യങ്ങളും സഹായങ്ങളൊക്കെ കിട്ടി. അങ്ങനെ ഭക്ഷണത്തിനൊന്നും ഒരു പ്രയാസവും ഇല്ലാത്ത നാടായിട്ട് അത് മാറി. അപ്പോൾ നമ്മൾ നോക്കൂ, അള്ളാഹു അവർക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണം ലഭിച്ചു. രണ്ടാമത്തത്, അവിടെയുള്ള ആളുകൾക്ക് നിർഭയത്വം ലഭിച്ചു. ഇതാണ് ഈ അവസാനത്തെ ആയത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞത്. അവർക്ക് പേടിയിൽ നിന്ന് നിർഭയത്വം നൽകി, അവർക്ക് വിശപ്പിൽ നിന്ന് ഭക്ഷണം നൽകി. അങ്ങനെയുള്ള ആ അള്ളാഹുവിനെ അവർ ആരാധിക്കട്ടെ.
എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അള്ളാഹു എടുത്തു പറഞ്ഞു അവസാനത്തെ ആയത്തിൽ. ഒന്ന് പേടിയിൽ നിന്ന് നിർഭയത്വം നൽകി എന്നുള്ളതാണ്, മറ്റൊന്ന് വിശപ്പിന് പകരം അവർക്ക് ഭക്ഷണം നൽകി എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്കാലത്തും ലോകത്ത് എല്ലാ സ്ഥലത്തും ആവശ്യമുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണവും സുരക്ഷയും തന്നെയാണ്. എല്ലാ രാജ്യങ്ങളും ഒരിക്കൽ പോലും ഉപയോഗിക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത എത്രയെത്ര ആയുധങ്ങളാണ് നിർമ്മിക്കുന്നതും വാങ്ങുന്നതും വിൽക്കുന്നതും ഒക്കെ. കോടിക്കണക്കിന് രൂപയുടെ ഇടപാടാണ് ആ രൂപത്തിൽ നടക്കുന്നത്. കാരണം എന്താ? അവർക്കൊന്നും നിർഭയത്വമല്ല. മറ്റുള്ള രാജ്യങ്ങൾ നമ്മെ ആക്രമിക്കുമോ എന്ന ആശങ്കയുണ്ട് പല രാജ്യങ്ങൾക്കും, അങ്ങനെ നടക്കാറുമുണ്ട്. അതുകൊണ്ട് അഥവാ മറ്റുള്ള രാജ്യങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ അവരെ ചെറുത്ത് നിൽക്കാനും അല്ലെങ്കിൽ അവരെ തിരിച്ചാക്രമിക്കാനും ഒക്കെ ആയുധം വേണം. അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു, ആയുധങ്ങൾ നിർമ്മിക്കുന്നു, ആയുധങ്ങൾ വിൽക്കുന്നു. അപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ നിർഭയത്വമല്ല, പേടിയുണ്ട്. എന്നിട്ടോ നമ്മൾ കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്ത സൂക്ഷ്മമായ വൈറസ് പരത്തുന്ന രോഗങ്ങളെപ്പോലും അതിനെപ്പോലും ചെറുത്ത് നിൽക്കാൻ ഈ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയ ആയുധങ്ങൾ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ. നമ്മൾ നോക്കണം, നമ്മൾ ആയുധങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്നുണ്ട്, പക്ഷേ കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്ത വൈറസ് പോലെയുള്ള രോഗാണുക്കൾ പരത്തുന്ന രോഗത്തെപ്പോലും ചെറുത്ത് നിൽക്കാൻ ഇത്തരം ആയുധങ്ങൾ കൊണ്ട് സാധിക്കുന്നില്ല. പ്രകൃതി ദുരന്തങ്ങളെ തടയാനൊന്നും ഈ ആയുധങ്ങൾ കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ മനുഷ്യൻ്റെ കഴിവുകൾ വളരെയധികം പരിമിതമാണ് എന്നർത്ഥം. പലപ്പോഴും മനുഷ്യൻ ഇത്തരം വൈറസുകളെയൊക്കെ നല്ലോണം പേടിക്കും. എന്നാൽ ആ വൈറസുകളെ അടക്കം എല്ലാറ്റിനെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെ എത്രത്തോളം പേടിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ പലരും വല്ലാതെ പേടിച്ച രൂപത്തിലൊരു ജീവിതം മുന്നോട്ട് നയിക്കുന്നുണ്ട്. അതായത് ഒരു നിർഭയത്വമില്ലാത്ത ജീവിതം. എനിക്ക് അസുഖം വരുമോ? എനിക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുമോ? ഞാൻ പെട്ടെന്ന് മരിക്കുമോ? എനിക്കെൻ്റെ ജോലി നഷ്ടപ്പെടുമോ? അങ്ങനെ ഓരോ കാര്യത്തിനും പേടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. സത്യത്തിൽ അങ്ങനെ പേടിച്ച് ജീവിക്കേണ്ടവർ അല്ല സത്യവിശ്വാസികൾ. പടച്ചവൻ ഉണ്ട്, പടച്ചവൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം ഏതൊരു സത്യവിശ്വാസിക്കും ഉണ്ടായിരിക്കണം. അത് അവന് രണ്ട് കാര്യങ്ങൾക്ക് ഗുണം ചെയ്യും. ഒന്ന്, എൻ്റെ കൂടെ സദാ പടച്ച തമ്പുരാനുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അത് ആ റബ്ബ് കാണും. രണ്ടാമത്തത്, എനിക്ക് എൻ്റെ കൂടെ സദാ അള്ളാഹു ഉണ്ട്, അതുകൊണ്ട് എനിക്കൊന്നും പേടിക്കാനില്ല, എന്നെ സഹായിക്കാൻ എൻ്റെ റബ്ബ് കൂടെയുണ്ട്. ഈ രണ്ട് ചിന്ത ഒരു മനുഷ്യന് ഉള്ളിടത്തോളം കാലം അവന് നിർഭയത്വം ലഭിക്കും. നോക്കൂ, നിങ്ങൾ പലപ്പോഴും പടച്ചവൻ ഉണ്ട് എന്നുള്ള വിശ്വാസം ആളുകൾക്കുണ്ട്, പക്ഷേ പടച്ചവനിൽ വിശ്വാസമില്ല. എന്ന് പറഞ്ഞാൽ പടച്ചവൻ പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വാസം പലർക്കും ഇല്ലാത്ത രൂപത്തിലാണ്. ഇപ്പോൾ സക്കാത്ത് കൊടുത്താൽ നിങ്ങൾക്ക് വർധനവുണ്ടാകുമെന്ന് അള്ളാഹു പറഞ്ഞു. പക്ഷേ അത് പലപ്പോഴും സക്കാത്ത് കൊടുത്താൽ എൻ്റെ പൈസ കഴിയൂലേ, എൻ്റെ പൈസ കുറയൂലേ, ദാനധർമ്മങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പൈസ കുറയൂലേ എന്നുള്ള പേടിയാണ് പല ആളുകൾക്കും. പക്ഷേ അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് വർധനവുണ്ടാവും. ഇതിൽ അള്ളാഹു പറഞ്ഞത് കൃത്യമായിട്ട് അംഗീകരിക്കാനും സ്വീകരിക്കാനും എത്ര പേർ തയ്യാറാവുന്നുണ്ട്? അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസം നമുക്ക് അടിയുറച്ചുണ്ടായിരിക്കണം. ഒരു പ്രയാസം വരുമ്പോൾ അള്ളാഹു കൂടെ ഉണ്ടാകും എന്ന ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, ദാനധർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ആർക്കെങ്കിലും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അവർക്ക് ജീവിതത്തിലും അവരുടെ എല്ലാ കാര്യങ്ങളിലും ഉയർച്ച തന്നെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്ന അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിർഭയത്വം ഉണ്ടാവുള്ളൂ. സൗർ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ. ആ സമയത്ത് ശത്രുക്കൾ ഇങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? റസൂലേ, അവരെങ്ങാനും ഒന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കാണൂലേ? ആ ഒരു ചോദ്യം ഒരു പേടിയിൽ നിന്നുള്ള ചോദ്യമാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി എന്താ? അതിന് നമ്മൾ രണ്ടാളും ഒറ്റക്കല്ലല്ലോ ഇവിടെ, നമ്മളുടെ കൂടെ മൂന്നാമനായി അള്ളാഹു കൂടെ ഇല്ലേ, പിന്നെന്തിനാ പേടിക്കണത്? നോക്കൂ നിങ്ങൾ, ഇതാണ് അവർക്കുണ്ടായിരുന്ന നിർഭയത്വം. അപ്പോൾ അന്നുള്ള ആ ആളുകൾക്ക് അവർക്ക് ഒരു പ്രത്യേകമായ നിർഭയത്വം ഉണ്ടായിരുന്നു. ഒന്നിനെയും പേടിയില്ല, അള്ളാഹുവിനെ ഒഴികെ മറ്റൊന്നിനെയും പേടിയില്ലാത്ത അവസ്ഥ. അള്ളാഹു തരുന്നത് സ്വീകരിക്കാനുള്ളൊരു മനസ്സ്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അതിനു വേണ്ട ചികിത്സയോ കാര്യങ്ങളൊക്കെ നടത്തണം രോഗമാണെങ്കിൽ. അപ്പോൾ നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് വന്നാലും അത് അള്ളാഹു നൽകുന്നതാണ്, അതുകൊണ്ട് അതെന്നെ പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ രൂപത്തിൽ ഒരു നിർഭയത്വമുള്ള ജീവിതം, ഒന്നിനും പേടിയില്ല, അള്ളാഹു തരുന്നത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന രൂപത്തിൽ മനസ്സിനെ പാകപ്പെടുത്തിയ ആളുകളായിരുന്നു അവർ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നിർഭയത്വം കിട്ടിയ ആളുകളാണ് അവർ. അതുപോലെ അവർക്ക് ഭക്ഷണവും നന്നായിട്ട് ഭക്ഷണം ലഭിച്ച ഒരു നാടും കൂടിയാണത്. അപ്പോൾ അള്ളാഹു അവർക്ക് നൽകിയ 3 അനുഗ്രഹങ്ങളെ ഈ സൂറത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്,
ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രയുമായി അവരെ ഇണക്കി എന്നുള്ളതാണ്. മറ്റൊന്ന്, അവർക്ക് നിർഭയത്വം ലഭിക്കുന്ന ഒരു നാട് അവർക്കുണ്ടായി, അല്ലെങ്കിൽ അവർക്ക് നിർഭയത്വം ലഭിച്ചു. മറ്റൊന്ന്, അവർക്ക് ഭക്ഷണം ലഭിച്ചു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഈ സൂറത്തിൽ അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതവും യാതൊരു പ്രയാസവും ഇല്ലാത്ത ജീവിതമായിട്ട് മാറും. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് മനസ്സിലൊരു ഉറച്ച വിശ്വാസം വേണം, എൻ്റെ റബ്ബ് എനിക്ക് തരും എന്ന ഉറച്ച വിശ്വാസം. പ്രാർത്ഥനയ്ക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അള്ളാഹു ഉത്തരം തരും എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന, നമ്മൾ ആവശ്യപ്പെടുന്നത് പടച്ചവൻ ചിലപ്പോൾ തരണമെന്നില്ല, പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് പടച്ചവൻ തരും. നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് പടച്ചവനെ അറിയുള്ളൂ. പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചോദിക്കും, എന്നിട്ട് അത് കിട്ടൂല. കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ നിരാശപ്പെടുമ്പോൾ പിന്നെ ആളുകൾക്ക് ചിലപ്പോൾ അതൊക്കെ ഒരു പ്രയാസമാണ്, ഞാൻ ചോദിച്ചിട്ട് കിട്ടിയില്ലല്ലോ. പക്ഷേ നമ്മൾ ചോദിച്ച കാര്യം നമുക്ക് വേണോ വേണ്ടേ എന്നുള്ളത് അള്ളാഹ്ക്കാണ് അറിയാം. പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തിരിച്ച് ചിന്തിക്കുമ്പോൾ അന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് തരാതിരുന്നത് എത്ര നന്നായി എന്ന് പറയേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അത് എപ്പോൾ വേണം, എത്ര വേണം എന്നൊക്കെ അള്ളാഹ്ക്കാണ് അറിയാം. അതുകൊണ്ട് അള്ളാഹു നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തരുന്നവനാണ്, അല്ലാതെ നമ്മൾ ചോദിച്ചത് മുഴുവൻ തരുന്നവനല്ല. നമ്മൾ ചോദിക്കുന്ന പ്രാർത്ഥനയൊന്നും വെറുതെ ആവില്ല. അതിന് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അള്ളാഹു നമുക്ക് ഉത്തരം നൽകും. ഒരുപക്ഷെ നമ്മൾ ചോദിച്ച കാര്യങ്ങൾ നേരിട്ട് തന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന ഒരു അപകടം നീക്കി തന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹു നമുക്കത് വളരെയധികം നല്ല ഒരു സ്വാലിഹായ സൽക്കർമ്മമായി, ഒരു തുലാസിൽ കനം തൂങ്ങുന്ന നല്ലൊരു സൽക്കർമ്മമായിട്ട് അള്ളാഹു നമുക്കതിൻ്റെ പ്രതിഫലം തരും. എന്തായാലും നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും വെറുതെ ആവില്ല. ഈ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആ തരത്തിൽ തന്നെ പ്രാർത്ഥിക്കാൻ സാധിക്കും. എൻ്റെ പ്രാർത്ഥന ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല, എനിക്ക് അള്ളാഹു ഉത്തരം നൽകും. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് അള്ളാഹ്ക്കറിയാം, അള്ളാഹു അത് ആ രൂപത്തിൽ തരും. ഇനി അതല്ല, എനിക്കത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അള്ളാഹു അത് തരൂല, അതിന് പകരം അള്ളാഹു മറ്റേതെങ്കിലും തരത്തിൽ എനിക്ക് എൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം നൽകും. ഈ ഒരു ചിന്ത ഒരു സത്യവിശ്വാസിക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാനുള്ളൊരു മനസ്സും നമുക്കുണ്ടായിരിക്കണം. ഇപ്പോൾ നമുക്കറിയാം, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചികിത്സിക്കണം. ആ ചികിത്സയോടൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. കാരണം ചികിത്സ നടത്തിയാലും നമ്മുടെ രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് ചികിത്സയോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. എന്നിട്ടും നമുക്ക് അസുഖം മാറിയില്ലെങ്കിൽ അത് അള്ളാഹു ആ തരത്തിൽ ഉദ്ദേശിച്ചതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ദോഷം വരുന്നതും ഒരു ഗുണം വരുന്നതൊക്കെ അള്ളാഹുവിൻ്റെ അറിവോടുകൂടി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അള്ളാഹുവിനറിയാം അത് തടയണോ തടയാതിരിക്കണോ എന്നൊക്കെ. അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. എന്നിട്ട് എന്താണോ സംഭവിക്കുന്നത് സംഭവിക്കട്ടെ, അത് അള്ളാഹു നമുക്ക് വിധിച്ചതാണ്. ഈ ഒരു ചിന്ത, ഈ ഒരു വിശ്വാസം, ഈ ഒരു മനസ്സ് ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഈ സൂറത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ഈ സൂറത്തിൽ 4 ആയത്തുകളാണല്ലോ. 4 ആയത്തുകളുടെയും അവസാനം മദ്ദുല്ലീൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും പറയാം, എല്ലാ ആയത്തുകളുടെയും അവസാനത്തിൽ മദ്ദുല്ലീൻ വരുന്ന ഒരേ ഒരു സൂറത്തും ഈ സൂറത്താണ്. ഇനി എന്താണ് മദ്ദുല്ലീൻ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഖുറൈഷ് എന്നെടുക്കുകയാണെങ്കിൽ അവിടെ അവസാനത്തെ അക്ഷരം ഷീനാണ്. അതിന് തൊട്ട് മുമ്പ് സുക്കൂനുള്ള യാ വന്നു, അതിൻ്റെ തൊട്ട് മുമ്പ് ഒരു ഫത്തഹുള്ള അക്ഷരം വന്നു. അപ്പോൾ ഒരു ഫത്തഹുള്ള അക്ഷരം, അതിനുശേഷം യാ അല്ലെങ്കിൽ വാവ് സുക്കൂനുള്ള രൂപത്തിൽ വരിക, പിന്നെ അവസാനം ഒരു അക്ഷരം. ഇങ്ങനെ 3 അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പാരായണം ചെയ്യുന്നതാണ് മദ്ദുല്ലീൻ. ഈ യാഇൻ്റെയും വാവിൻ്റെയും ഒക്കെ ഉച്ചാരണം ലീൻ എന്നുള്ള രൂപത്തിലാണ് പറയാം. അതൊക്കെ ലീനിൻ്റെ അക്ഷരങ്ങളായിട്ടാണ് പറയാം. അപ്പോൾ ഖുറൈഷ് അല്ലെങ്കിൽ സ്വൈഫ്, ബെയ്ത്ത്, ഖൗഫ്, ഇവിടെയൊക്കെ നോക്കൂ നിങ്ങൾ. അവസാനം ഒരു അക്ഷരമുണ്ട്, അതിന് സുക്കൂനിട്ടിട്ടാണ് നിർത്തുക. അതിന് തൊട്ട് മുമ്പ് ഒന്നുകിൽ യാഇന് സുക്കൂന് അല്ലെങ്കിൽ വാവിന് സുക്കൂന്, അതിൻ്റെ തൊട്ട് മുമ്പ് ഫത്തഹുള്ള അക്ഷരം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവിടെ കുറച്ചൊന്നങ്ങ് നീട്ടിയിട്ട് പാരായണം ചെയ്യുക. അപ്പോൾ ഖുറൈഷ്, സ്വൈഫ്, ആ യാഇൻ്റെ സുക്കൂന് കുറച്ച് നീട്ടിയിട്ട് പറയാം. അങ്ങനെ പാരായണം ചെയ്യുന്നതിനെയാണ് മദ്ദുല്ലീൻ എന്ന് പറയുന്നത്. 2, 4, 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ അവിടെ നമുക്ക് നീട്ടാൻ അനുവാദമുണ്ട് ആ തരത്തിൽ പാരായണം ചെയ്യുമ്പോൾ. ഇനി അടുത്ത ആയത്ത് നോക്കുകയാണെങ്കിൽ ഷിതാഇ എന്നുള്ള ഭാഗത്ത് ഒരു മദ്ദും ഒരു ഹംസയും വന്നു. അടുത്തടുത്താണ് വന്നത്, ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ്. ഒരേ പദത്തിൻ്റെ ഉള്ളിൽ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നാൽ അവിടെ മദ് മുത്തസിൽ എന്നാണ് പറയുക. നിർബന്ധമായും 4, 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. അപ്പോൾ ഷിതാഇ എന്നെടുക്കുകയാണെങ്കിൽ ആ താ എന്നുള്ളത് മദ്ദാണ്, പിന്നെ ഇ എന്നുള്ളത് ഹംസയാണ്. മദ്ദും ഹംസയും അടുത്തടുത്താണ്, ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് 4, 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടൽ നിർബന്ധമാണ്. ഷിതാഇ. പിന്നെ അവസാനത്തെ ആയത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ചധികം തജ്വീദിൻ്റെ നിയമങ്ങൾ വരുന്നുണ്ട്.
അല്ലസീ അത്അമഹും. അവിടെ നോക്കൂ, അല്ലസീ എന്നുള്ളിടത്തൊരു നീട്ടൽ. ശേഷം വരുന്ന അക്ഷരം ഏതാണ്? അത്അമഹും എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള ഹംസയാണ്. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു. അല്ലസീ എന്നുള്ളതിൻ്റെ അവസാനത്തെ ആ നീട്ടൽ അത് മദ്ദാണ്. അത്അമഹും എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള ഹംസ അത് ഹംസയാണ്. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു. ഒരേ പദത്തിലാണോ? അല്ല. അല്ലസീ എന്നുള്ളതിൻ്റെ അവസാനത്തിലാണ് മദ്, അത്അമഹും എന്ന് പറയുന്ന മറ്റൊരു പദത്തിൻ്റെ തുടക്കത്തിലാണ് ഹംസ. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്താണെങ്കിലും വ്യത്യസ്ത പദങ്ങളിലാണ്. അങ്ങനെയാവുമ്പോൾ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ എന്നാണ് അതിന് പറയാം. അപ്പോൾ അവിടെ വേണമെങ്കിൽ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം, അല്ലെങ്കിൽ സാധാരണത്തെ പോലെ 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടിയാലും മതി. ഇനി അത്അമഹും എന്നെടുക്കുകയാണെങ്കിൽ ത്വാഇന് സുക്കൂന് വന്നു. നമുക്കറിയാം 5 അക്ഷരങ്ങൾക്ക് സുക്കൂനുള്ള രൂപത്തിൽ കണ്ടാൽ അതിനെ എടുത്ത് പറയണം, ഗൗരവത്തിൽ പറയണം, കട്ടിയിൽ പറയണം. ഏതൊക്കെയാണ് 5 അക്ഷരങ്ങൾ? ഖുതുബുജദ്, ഖാഫ്, ത്വാ, ബാ, ജീമ്, ദാല്. ഈ 5 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തിന് സുക്കൂനുള്ള രൂപത്തിൽ കണ്ടാൽ അവിടെ തൊട്ടുവെച്ച് പോയാൽ പോരാ, എടുത്ത് പറയണം, വെളിവാക്കി പറയണം. അപ്പോൾ അത്അമഹും, അവിടെ ത് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അത്അമഹും. അത്അമഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു സുക്കൂനുള്ള മീമ് വന്നു. പിന്നീട് മിൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഒരു ഹർക്കത്തുള്ള മീമ് വന്നു. ഹർക്കത്തുള്ള മീമിൻ്റെ മുമ്പ് സുക്കൂനുള്ള മീമ് വന്നാൽ 2 മീമുകളെ കൂടെ ചേർത്ത് ഒരൊറ്റ മീമാക്കി, ഷദ്ദുള്ള മീമാക്കിയിട്ട് മണിച്ചിട്ട് പറഞ്ഞാൽ മതി. ഷദ്ദുള്ള മീമാവുമ്പോൾ എന്തായാലും മണിക്കുമല്ലോ. അപ്പോൾ ഇവിടെ അത്അമഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു സുക്കൂനുള്ള മീമുണ്ട്. പിന്നെ മിൻ ജോഹൈൻ, അവിടെ മിൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹർക്കത്തുള്ള മീമുണ്ട്. അപ്പോൾ അവിടെ 2 മീമുകളെ കൂടെ ചേർത്ത് ഒറ്റ അക്ഷരമാക്കിയിട്ട്, ഷദ്ദുള്ള ഒറ്റ അക്ഷരമാക്കിയിട്ട് പറയാം. അവിടെ അതിനെ ഇദ്ഗാം മുത്തമാസിലൈനി എന്നാണ് പറയാം. അപ്പോൾ അവിടെ പാരായണം ചെയ്യുമ്പോൾ അത്അമഹും മിൻ. ഇനി മിൻ ജോഹൈൻ എന്ന് എടുക്കുകയാണെങ്കിൽ ജീമിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. അവിടെ ഇഖ്ഫാ ചെയ്യുക, അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ മീ ജോയിൻ, മിൻ എന്ന് വെളിവാക്കി പറയൂല. മീ ജോയിൻ. ജോയിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്, ശേഷം വാവാണ്. ആ തൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കണം, മണിക്കണം. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ അവിടെ ജോയവ, ജോയവ ആമനഹും. ആമനഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമ്, ശേഷം ഹർക്കത്തുള്ള മീമ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടും കൂടെ ചേർത്ത് ഷദ്ദുള്ള ഒറ്റ മീമാക്കിയിട്ട് മണിച്ചിട്ട് പറയാം. അപ്പോൾ ആമനഹും മിൻ, ആമനഹും മിൻ. മിൻ ഖൗഫ് എന്നെടുത്തു കഴിഞ്ഞാൽ ഖാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. അവിടെ ഇൽഹാറാണ് നിയമം. 6 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂനോ തൻവീനോ വന്നാൽ ഇൽഹാർ ചെയ്യണം. ഏതൊക്കെയാണ് 6 അക്ഷരങ്ങൾ? ഹംസ ഹ, ഐൻ ഹ, ഗൈൻ ഹ. ഈ 6 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തിന് മുമ്പ് സുക്കൂനുള്ള നൂനോ തൻവീനോ വന്നാൽ അവിടെ ആ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അപ്പോൾ ഇവിടെ മിൻ ഹൗഫ് എന്ന് വന്നപ്പോൾ ഖാഇൻ്റെ മുമ്പാണ്. ഖാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നുകൊണ്ട് അവിടെ ഇൽഹാർ ചെയ്യണം. മിൻ ഹൗഫ്, എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. മിൻ ഹൗഫ്. ഇനി ഹൗഫ് എന്നുള്ളതിൻ്റെ അവസാനത്തിൽ നോക്കൂ, അവിടെ ഒരു ചെറിയ മീമ് കാണാം, വാല് താഴേക്കാക്കിയത്. ശരിക്കും അവിടെ ഹൗഫിൻ എന്നാണ്. പക്ഷേ ആ ഹൗഫിൻ എന്ന തൻവീനിലെ ഒരു വരട്ടിട്ട് മറ്റേ വരക്ക് പകരം അവിടെ ഒരു മീമ് കൊടുത്തിട്ടുണ്ടാവും. അതിനുദ്ദേശം ഈ ഒരു സൂറത്ത് ഇവിടെ നിർത്താതെ അടുത്ത സൂറത്തിലേക്ക് ചേർത്തി പാരായണം ചെയ്യുന്ന ആളുകൾ, അടുത്ത ആയത്തിൻ്റെ തുടക്കത്തിൽ, അടുത്ത സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ആയിരിക്കുമല്ലോ വരിക. അപ്പോൾ ഹൗഫിൻ എന്ന് കഴിഞ്ഞിട്ട് ബിസ്മിയാണ് ഓതേണ്ടി വരിക. അങ്ങനെയാവുമ്പോൾ നമുക്ക് പറയാം ഹൗഫിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, അടുത്ത തുടക്കം ബായിലാണ്. അപ്പോൾ ബായിൻ്റെ മുമ്പ് തൻവീന് വന്നു. എന്ത് ചെയ്യണം? ആ തൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റിമറിക്കണം. ഇഖ്ലാബ് എന്നാണ് അതിന് പറയാം. അങ്ങനെ ആ നൂനിൻ്റെ ശബ്ദം മീമിൻ്റെ ശബ്ദമാക്കി മാറ്റണം എന്ന് കാണിക്കാനാണ് അവിടെ ഒരു മീം ഇട്ട് കൊടുത്തുള്ളത്. വാല് താഴേക്കുള്ള മീമാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഹൗഫിം ബിസ്മി, ഹൗഫിം ബിസ്മില്ലാഹി, അങ്ങനെയാണ് ഓതിപ്പോവുക. ഇനി ഈ 4 ആയത്തുകളുടെയും അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ഇട്ടിട്ടാണ് നിർത്തുക. ഖുറൈഷ്, അവിടെ ഷീന് സുക്കൂന്, സ്വൈഫ്, അവിടെ ഫാന് സുക്കൂന്. അപ്പോൾ എല്ലാ ആയത്തിൻ്റെയും അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ഇട്ടിട്ടാണ് നിർത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ തജ്വീദായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ പാരായണം കേൾക്കാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഇലാഫി ഖുറൈശ് إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي يطعمهم من جوع وآمنهم من خوف. ഗ്രാമർ നോക്കുകയാണെങ്കിൽ ലി ഈലാഫി
ഈലാഫ് എന്നുള്ളതിൻ്റെ മുമ്പിൽ ലീ വന്നപ്പോൾ ലി ഈലാഫി എന്നായി, ജെറ് കിട്ടി. അതായത് ലീ എന്നുള്ളത് ഹർഫ് ജെറാണ്, അതുകൊണ്ട് തന്നെ ഈലാഫ് എന്നുള്ളതിന് ആ ഒരു ജെറ് കിട്ടണം. അതുകൊണ്ടാണ് ഈലാഫി എന്ന അവസാനത്തിൽ കസറിട്ട് എഴുതിയത്. ഇനി ഈലാഫ് എന്നുള്ളതിനെ ഖുറൈഷ് എന്നുള്ളതിലേക്ക് ചേർത്തു. ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർത്തത് അതിനെ മുലാഫിൻ ഇലൈഹി എന്ന് പറയും. അതിന് എപ്പോഴും ഇറാബ് ജെറായിരിക്കും. ജെറ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കസർ കൊണ്ടോ അല്ലെങ്കിൽ കസർ തൻവീൻ കൊണ്ടോ. അപ്പോൾ ഇവിടെ ഈലാഫ് എന്നുള്ളതിനെ ഖുറൈഷിലേക്ക് ചേർത്തപ്പോൾ ഖുറൈഷാണ് മുലാഫിൻ ഇലൈഹി, അതിലേക്കാണല്ലോ ചേർത്തത്. ഈലാഫ് എന്നുള്ളതിനെ മുലാഫ് എന്ന് പറയും. അപ്പോൾ ഈ ഖുറൈഷ് എന്നുള്ളതിന് ജെറ് കിട്ടണം, അതുകൊണ്ടാണ് ഖുറൈഷിൻ എന്നെഴുതിയത്. ഇനി ഈലാഫ് എന്നുള്ള ആ ഒന്നാമത്തെ ആയത്തിലുള്ള ഈലാഫ് എന്നുള്ളതിൻ്റെ ഒരു പകരക്കാരനാണ് അടുത്ത ആയത്തിൽ വന്ന ഈലാഫിഹിം എന്നുള്ളിടത്തുള്ള ഈലാഫ് എന്ന് പറഞ്ഞാൽ ബദൽ എന്ന് പറയാം. അപ്പോൾ ഈലാഫ് എന്ന് ഒന്നാമത്തെ ആയത്തിൽ എങ്ങനെയാണോ എഴുതിയത് അതേ ഇറാബോട് കൂടി രണ്ടാമത്തെ ആയത്തിലും എഴുതണം. കാരണം ബദലായതുകൊണ്ട് ഒന്നിൻ്റെ ബദലായിട്ട് മറ്റൊന്ന് വരുമ്പോൾ രണ്ടിനും ഒരേ രൂപമാണ് കിട്ടുക. അപ്പോൾ ഒന്നാമത്തെ ആയത്തിൽ ഈലാഫി എന്നായതുകൊണ്ട് രണ്ടാമത്തെ ആയത്തിലും ഈലാഫി എന്ന് തന്നെ എഴുതണം. ഈലാഫി എന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഹും എന്ന് ചേരൂല, ഹിം എന്നേ ചേരുള്ളൂ. കാരണം ഹും ചേർക്കണോ ഹിം ചേർക്കണോ തീരുമാനിക്കുന്നത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഹർക്കത്താണ്. തൊട്ട് മുമ്പ് കസറാണെങ്കിൽ ഹിം എന്ന് വരും, ലമ്മോ ഫത്തോ ഒക്കെ ആണെങ്കിൽ ഹും എന്ന് വരും. അപ്പോൾ ഇവിടെ ഈലാഫിഹിം. ഇനി ഇലാഫിഹിം അവരുടെ ഇണക്കം അല്ലെങ്കിൽ അവരെ ഇണക്കിയത് എന്തിനോട്? റിഹിലത്ത, യാത്രയോട്. അപ്പോൾ ആ റിഹിലത്ത് എന്നുള്ളത് ഒബ്ജക്റ്റാണ് അല്ലെങ്കിൽ മഫൂലും ബിഹിയാണ് അല്ലെങ്കിൽ കർമ്മമാണ്. മഫൂലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. അതുകൊണ്ടാണ് റിഹിലത്ത എന്ന് ഫതഹ് എഴുതിയത്. ഫതഹാണ് സാധാരണഗതിയിൽ ഈ നെസ്ബിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടയാളം. ഇനി റിഹിലത്ത് എന്നുള്ളതിനെ ഷിതായിലേക്ക് ചേർത്തു. അപ്പോൾ റിഹിലത്ത് എന്തായി? മുലാഫായി. ഷിതാ എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയായി. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറാണ്. അതുകൊണ്ടാണ് ഷിതാ ഇ എന്ന അവസാനത്തിൽ കസറിട്ട് എഴുതിയത്, ജെറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി റിഹിലത്ത് എന്നുള്ളതിനെ ഷിതായിലേക്ക് മാത്രമല്ല സൊയ്ഫിലേക്കും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, റിഹിലത്ത് എന്നുള്ളതിനെ ഷിതായിലേക്ക് ചേർത്തു, ഷിതാ സൊയ്ഫിലേക്ക് ചേർത്തു എന്ന് പറഞ്ഞാലും മതി. കാരണം ഈ റിഹിലത്ത് എന്നുള്ളത് രണ്ടിനും ബാധകം. അപ്പോൾ റിഹിലത്ത് എന്നുള്ളതിനെ ഷിതായിലേക്ക് ചേർത്തു, ഷിതാഇൻ്റെ അതേ സ്ഥാനത്താണ് സൊയ്ഫ് നിൽക്കുന്നത്. അപ്പോൾ മഅത്തൂഫ് എന്നാണ് പറയാം. ഷിതാ എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്, സൊയ്ഫ് എന്നുള്ളത് അതിലേക്ക് മഅത്തൂഫാണ്, ചേർക്കപ്പെട്ടതാണ്. അപ്പോൾ ഷിതാഇൻ്റെ അതേ ഇറാബാണ് സൊയ്ഫിനും കിട്ടുക. ഷിതാ ഇ, സൊയ്ഫി രണ്ടും ഒരേ രൂപത്തിലാണ് ഉണ്ടാവുക. അടുത്ത ആയത്തിൽ ഫൽ യഅ്ബുദു അതെങ്ങനെ വന്നു നമ്മൾ പറഞ്ഞല്ലോ. ഫാ തുടക്കത്തിലുണ്ട്, പിന്നെ ലീ എന്നാണ്, പിന്നെ യഅ്ബുദൂന എന്നാണ്. ഈ യഅ്ബുദൂന എന്നുള്ളതിൻ്റെ മുമ്പിൽ ലീ വരുമ്പോൾ അവിടെ ആ യഅ്ബുദൂന എന്നുള്ള മുദാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടും. സാധാരണഗതിയിൽ ജസ്മ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഓർക്കുക സുക്കൂന് കൊടുക്കലാണ്. ഇപ്പോൾ യക്തുബു എന്നുള്ളതിന് ജസ്മ് കൊടുക്കാൻ പറഞ്ഞാൽ യക്തുബ് എന്നാണ് ആവുക. അതേസമയത്ത് ഈ വാവും നൂനൊക്കെ ഉള്ള അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന തരത്തിലുള്ള മുദാരിയായിട്ടുള്ള ക്രിയകളാണെങ്കിൽ അവസാനത്തെ നൂന് പോവുക ചെയ്യാം. അപ്പോൾ യഅ്ബുദൂന എന്ന് പറയുമ്പോൾ യഅ്ബുദൂ എന്നാവും, അങ്ങനെ ജസ്മ് കൊടുക്കുക. അപ്പോൾ ലീ വന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ലി യഅ്ബുദൂ എന്നായി. ഇനി ആ ലീ എന്നുള്ളതിൻ്റെ മുമ്പിൽ ഫ വന്നപ്പോൾ ഫ ലി യഅ്ബുദു എന്ന് പറയാതെ ഫൽ യഅ്ബുദു എന്നാക്കി, അങ്ങനെയാണ് പറയാം. അപ്പോൾ ഫൽ യഅ്ബുദു എന്ന് അങ്ങനെ വന്നതാണ്. ഇനി ഫൽ യഅ്ബുദു അതിനാൽ അവർ ആരാധിക്കട്ടെ. ആരെ? റബ്ബ, രക്ഷിതാവിനെ. അപ്പോൾ ആ റബ്ബ എന്നുള്ളത് മഫൂലും ബിഹിയാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ കർമ്മാണ്. അതുകൊണ്ടാണ് റബ്ബ ഫതഹ് എഴുതിയത്, നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ റബ്ബിനെ ചേർത്തു ഏതിലേക്ക്? ഹാദ എന്നുള്ളതിലേക്ക് ചേർത്തു. അപ്പോൾ റബ്ബ എന്നുള്ളത് മുലാഫാണ്, ഹാദ എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. റബ്ബ ഹാദ, ഈ ഭവനത്തിൻ്റെ റബ്ബ് എന്ന് പറയുമ്പോൾ ആ ഹാദയിലേക്ക് ചേർത്തു എന്നാണ് പറയാം. അപ്പോൾ ഹാദ എന്നുള്ളത് മുലാഫിൻ ഇലൈഹി ആയതുകൊണ്ട് അതിന് ഇറാബ് ജെറ് കിട്ടണം. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ ജെറ് എന്ന് പറഞ്ഞാൽ കസ്റോ കസ്ർ തൻവീനോ ഒക്കെ ഇടും. പക്ഷേ ഹാദ എന്നുള്ളത് ഒരു മബ്നിയായ പദം എന്നാണ് പറയാം. അതിന് ഹർക്കത്തിൽ മാറ്റം വരില്ല. ഹാദ എന്നുള്ളത് ഹാസി എന്നോ ഹാസു എന്നോ ആ രൂപത്തിലൊന്നും മാറ്റം വരുത്തി എഴുതാൻ പറ്റില്ല. അത് മബ്നിയാണ്, അത് അങ്ങനെ തന്നെ എഴുതേണ്ട പദമാണ്. അതുകൊണ്ട് അത് ജെറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. ജെറ് കിട്ടിയ സ്ഥാനത്താണ്, പക്ഷേ ജെറ് അതിനിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ആ ഒരു റബ്ബ എന്നുള്ളത് ഹാദ എന്നുള്ളതിലേക്ക് ചേർത്തു. ഹാദ എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്, അതുകൊണ്ട് ഹാദ എന്നുള്ളത് ജെറിൻ്റെ സ്ഥാനത്താണ്. ഇനി ഹാദൽ ബൈത്ത് എന്നെടുത്തു കഴിഞ്ഞാൽ ആ ഹാദ എന്നുള്ളതിൻ്റെ ബദലാണ് ബൈത്ത് എന്നുള്ളത്. ഹാദ ഈ എന്ത്? അൽ ബൈത്ത് വീട്. അപ്പോൾ ആ വീട് എന്നുള്ളത് ഹാദ എന്നുള്ളതിൻ്റെ ബദലാണ്. ബദലാവുമ്പോൾ രണ്ടിനും ഒരേ ഇറാബ് കിട്ടും. അപ്പോൾ ഹാദ എന്നുള്ളത് ജെറ് കിട്ടിയ സ്ഥാനത്താണ്, അതുകൊണ്ട് ബൈത്തിനും ജെറ് കിട്ടണം. അതുകൊണ്ടാണ് ബൈത്തി എന്നെഴുതിയത്. അവസാനത്തെ ആയത്തിൽ അല്ലസീ എന്ന് വന്നു, അങ്ങനെയുള്ളതായ. അത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ ആയത്തിലെ ആ റബ്ബ എന്നുള്ളതിൻ്റെ വിശേഷണമാണ്. റബ്ബ, രക്ഷിതാവ്, നാഥൻ. എങ്ങനെയുള്ള റബ്ബ്? അല്ലസീ അത്അമഹും, അവർക്ക് ഭക്ഷണം നൽകിയവനായ റബ്ബ്. അപ്പോൾ ആ ഒരു റബ്ബിനെ വിശേഷിപ്പിക്കുകയാണ്, ഭക്ഷണം നൽകിയവനായ, അങ്ങനെയുള്ളവനായ. അപ്പോൾ അല്ലസീ എന്നുള്ളത് സിഫത്താണ്, ആ ഒരു
റബ്ബ എന്നുള്ളതിൻ്റെ സിഫത്താണ്. അത്അമഹും മിൻ ജുഅഇൻ വ ആമനഹും മിൻ ഖൗഫ്. അവിടെ 2 മിൻ വന്നു. മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. മിന്നിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടണം. സാധാരണ കസർ കൊണ്ടോ കസർ തൻവീനുണ്ടോ. അതുകൊണ്ടാണ് മിൻ ജുഅഇൻ, അവിടെ ജുഅഇൻ അവസാനത്തിൽ കസർ തൻവീന്. മിൻ ഖൗഫിൻ അവിടെയും അവസാനത്തിൽ കസർ തൻവീന്. അത് ആ മിന്ന് വന്നതുകൊണ്ടാണ്. ഈ ഖൗഫിൻ എന്നുള്ളിടത്തുള്ള കസർ തൻവീനിൽ ഒരു വരയാണ് ഇട്ടിട്ടുണ്ടാവുക, മറ്റേ വരക്ക് പകരം ഒരു മീമാണ്. അത് അടുത്ത ആയത്തിലേക്ക് ചേർത്തി പാരായണം ചെയ്യുന്നവർക്ക് മാത്രമുള്ള നിയമമാണ്, നമ്മൾ സൂചിപ്പിച്ചു. ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സൂറത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദ വൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.